ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ വെത്തൽ കൊണ്ടുള്ള ഒരു മുളക് കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. കാണുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്, കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് കറിയാണ്. ഇനി ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് ഞാൻ 1/4 ടേബിൾ സ്പൂൺ കടുകും 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകവും 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ഇത് മൂന്നും ഇട്ട് കൊടുത്ത് ഇവ നല്ലോണം ഒന്ന് പൊട്ടിപ്പൊരിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയും ചേർത്ത് കൊടുത്ത് ഇനി ഇതിലോട്ട് ഒരു പിടി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇവ രണ്ടും പേസ്റ്റ് രൂപത്തിലാക്കാതെ ചതച്ചെടുത്തതാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഇതുപോലെ കളർ ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഉള്ളി നല്ലോണം വഴണ്ടി കിട്ടണം. അതിനുശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടിയുടെ അളവ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് മുളക് പൊടി ടേസ്റ്റ് കൂടിയിരിക്കും. മല്ലിപ്പൊടി അധികം ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് കുറവായിരിക്കും. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇട്ട് വഴറ്റണമെന്നില്ല. ഫ്ലെയിം ലോയിലാക്കിയതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള 2 തക്കാളി പേസ്റ്റ് രൂപത്തിലാക്കിയതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് പിഴിഞ്ഞതും ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ആ പുളിവെള്ളവും ഒഴിച്ചു കൊടുത്ത് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കിയ വെത്തൽ മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പല നാട്ടിലും ഈ മീനിന് പല പേരുമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് വെത്തൽ എന്നാണ്. അതും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ മീൻ ചെറിയ മീനായത് കാരണം ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കണമെന്നില്ല. ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചാൽ തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. ഒരുപാട് നേരം വേവിച്ചെടുത്താൽ ഇതാകെ ഉടഞ്ഞ് മീൻ കഴിക്കാൻ പിന്നെ കിട്ടില്ല. അങ്ങനെ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള വെത്തൽ മുളകിട്ടത് ഇവിടെ റെഡിയായി. തക്കാളി അരച്ച് ചേർക്കുന്നത് കാരണം ഈ കറിക്ക് നല്ല തിക്കായിരിക്കും. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ അപാര ടേസ്റ്റിലുള്ള ഒരു മുളക് കറിയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.